ഹലോ ഭായ്, ക്രിക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മത്സരമായ GT-SRH മത്സരത്തിൽ വെറും 168 റൺസ് എടുത്ത GT വിജയിച്ചത് 82 റൺസിന്. അതായത് 86 റൺസിന് പവർഫുൾ ടീമായ SRHനെ മൊത്തത്തിൽ ചുട്ടിക്കെട്ടാൻ എന്ത് സാധിച്ചിട്ടുണ്ട്? GTയുടെ ബോളർമാർക്ക് സാധിച്ചിട്ടുണ്ട്. ഫുള്ള് ക്രെഡിറ്റ് ഞാൻ കൊടുക്കുക GTയുടെ ബോളർമാർക്കാണ്. സിറാജ് ആയാലും റബാദ് ആയാലും ഹോൾഡർ ആയാലും കൃഷ്ണ ആയാലും റഷീദ് ഖാൻ ആയാലും സൂപ്പറായിട്ട് ഫസ്റ്റത്തെ സിറാജിന്റെ ഓവർ കണ്ടാൽ തന്നെ മനസ്സിലാവാം. പന്ത് നന്നായിട്ട് സ്വിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ട്രാവിസിന്റെ അവിടെ കടന്ന് വിരകണത് കണ്ടതാണ്. ലാസ്റ്റ് അഞ്ചാമത്തെ ഓവറിൽ ആള് ഹെഡ് അടിച്ചിട്ട് ക്യാച്ച് കൊടുത്ത് പോയിട്ടുണ്ട്. അപ്പൊ തന്നെ മനസ്സിലാവുക സിറാജിന് സിംഗ് ലഭിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സിറാജ് എത്രമാത്രം അപകടകര ബോളറാണെന്നുള്ളത് നമ്മൾ ഇതിന്റെ ഇംഗ്ലണ്ടിനെതിരെ ഒരു ടെസ്റ്റ് സീരീസ്, അതായത് ലാസ്റ്റ് ടെസ്റ്റ് സീരീസ് കണ്ടതാണ്. സിറാജിന്റെ ടേം ലഭിച്ചു കഴിഞ്ഞാൽ, അതായത് സിംഗ് ലഭിച്ചു കഴിഞ്ഞാൽ സിറാജ് അത്രയും അപകടകരമായ ബോളറാണ്. അതിനൊപ്പമാണ് റബാദ്, അതേപോലെ തന്നെ ഹോൾഡർ, റഷീദ് കൃഷ്ണ ഇവരൊക്കെ ബാക്കിൽ ഉണ്ടായിരുന്നത്. സൂപ്പറായിട്ട് ബോൾ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ബോൾ ചെയ്തു. ഇനി നമ്മൾ കളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ബാറ്റ് ചെയ്ത് GT 162 എത്താൻ കാരണം വാഷിംഗ്ടൺ സുന്ദറും അതേപോലെ തന്നെ സായ് സുദർശനുമാണ്. രണ്ടുപേരുടെയും 50 ആണ് ഈ ഒരു സ്കോറിലേക്ക് GTയെ നയിച്ചത്. ചെറിയ സ്കോർ ആണെങ്കിൽ പോലും അത് ഡിഫെൻഡ് ചെയ്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രശംസിക്കേണ്ട കാര്യമുള്ളത്. അതേപോലെ തന്നെ ഗില്ലി 7 ബോളിന് 5 റണ്ണ്. ജോസ് ബട്ടർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയത്. ജോസ് ബട്ടറും 11 ബോളിന് 7 റണ്ണ്. പിന്നെ സിന്ധു ഒരു ചെറിയൊരു കാമിയോ ഇന്നിങ്സ് പോലെ കളിച്ചിട്ടുണ്ട് പറഞ്ഞേ. പിന്നെ ജൈസൺ ഹോൾഡറിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, 10 ബോളിന് 11 റണ്ണ്. പിന്നെ തിവാട്ടിയെ വന്നിട്ട് ലാസ്റ്റ് ഒരു 4 അടിച്ചു എന്നല്ലാതെ വേറെ ഒന്നുമില്ല, ഒരു ബോളിന് 4 റണ്ണ്. GTയുടെ ബാറ്റിംഗ് ഇനി SRHന്റെ ബോളിൽ നിരക്ക് വന്ന് ഞാൻ പാക്ക് കമ്മിൻസ് 20 റൺസ് വിട്ടുകൊടുത്തൊരു വിക്കറ്റ് എടുത്തു. അതേപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡി 27 റൺ വിട്ടുകൊടുത്തു, പക്ഷെ വിക്കറ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല. പ്രസുലിംഗെ 3 ഓവർ ഇറങ്ങി 17 റൺ വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് എടുത്തു. നല്ലൊരു ബോളിംഗ് റണ്ണായിരുന്നു. മലിംഗയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല, 46 റൺ വിട്ടുകൊടുക്കേണ്ടി വന്നു 4 ഓവറിന്. സാക്കിബ് ഹുസൈൻ 4 ഓവറിന് 37 റൺ വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് എടുത്തു. ചെറിയൊരു തല്ല് കൊണ്ടിട്ടുണ്ടെങ്കിൽ 2 വിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. 2 ഓവറിൽ നിന്ന് 19 റൺ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി SRHന്റെ ബാറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രാവിസ് ഹെഡ് ഫസ്റ്റത്തെ 3 ബോള്, എന്താ പറയുക, അത്രയും സിംഗ് ലഭിച്ച 3 ബോള് ട്രാവിസ് ഹെഡിന് തടാൻ പറ്റില്ല. 4ാമത്തെ ബോൾ എഡ്ജ് അടിക്കുന്നു, ക്യാച്ച് കൊടുക്കുന്നു, പോരുന്നു. അതേപോലെ അഭിഷേക് ശർമ്മയുടെ ഫസ്റ്റത്തെ ഒരു 6, ഫസ്റ്റ് ബോൾ തന്നെ 6 ആണ്. പിന്നീടും സ്റ്റെപ്പ് ഔട്ട് ഇട്ട് അടിക്കാൻ നോക്കുന്നു, പക്ഷേ കാര്യം ഉണ്ടായില്ല. 4ാമത്തെ ബോളിൽ സ്റ്റെപ്പ് ഔട്ട് എടുക്കുന്ന ഹെഡ് അടിച്ച് സ്റ്റെമ്പിൽ ബോൾ തെറ്റി പോരുന്നു. പിന്നെ ഇഷാൻ കിഷ് 7 ബോളിന് 11 റണ്ണ്. രവിചന്ദ്രൻ 15 ബോളിന് 9 റണ്ണ്. ക്ലാസൻ 16 ബോളിന് 14 റണ്ണ്. അറോറ 13 ബോളിന് 16 റണ്ണ്. റെഡ്ഡി 4 റണ്ണ്. പാക്ക് കമ്മിൻസ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് കളിച്ച ഒരേ പ്ലെയർ പാക്ക് കമ്മിൻസ് ആണ്. 9 ബോളിന് 19 റണ്ണ്. കുമാർ 6 ബോളിന് 4 റണ്ണ്. ഇംഗെ 8 ബോളിന് 3 റണ്ണ്. ആകെ ഇതിൽ രണ്ടക്കം കടന്നു എന്ന് പറയാൻ തന്നെ ആകെ 4 പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ. ഇത്രയൊരു പവർഫുൾ ടീമിനെ ഈ റണ്ണിന് ചുരുട്ടിക്കുട്ടി വിജയിച്ച ഫുൾ ക്രെഡിറ്റും കൊടുക്കുന്നത് ബോളർമാർക്കാണ്. ബോളർമാർക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അത്രയും സൂപ്പറായിട്ടുള്ള ബോളിംഗ് ആയിരുന്നു. ബോളിംഗ് യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറാജ് 3 ഓവർ ചെയ്ത് 11 റൺസ് കൊടുത്ത് 1 വിക്കറ്റ്. റബാദ 4 ഓവർ ചെയ്ത് 28 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റ്. അതേപോലെ തന്നെ ഹോൾഡർ 4 ഓവർ എറിഞ്ഞ് 20 റൺ വിട്ടുകൊടുത്ത് 3 വിക്കറ്റ്. കൃഷ്ണ 3 ഓവർ എറിഞ്ഞ് 23 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റ്. റഷീദ് ഖാൻ ആകെ 5 ബോൾ എറിഞ്ഞുള്ളൂ, 3 റൺ വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് എടുത്തു. അപ്പോൾ ഫുള്ള് ക്രെഡിറ്റും കൊടുക്കുന്നത് GT ബോളർമാർക്കാണ്. അതേപോലെ തന്നെ സായ് സുദർശനും വാഷിംഗ്ടൺ സുന്ദറിന്റെ കളി കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് 1983 സച്ചിന്റെ കളിയാണ്. അതിൽ കമാൻഡറിൽ നിന്നൊരു ഡയലോഗ് ഉണ്ട്, ഇതെന്താ പമ്പരാണെന്നില്ല. അതേപോലെയാണ് ഇന്നലെ വാഷിംഗ്ടൺ സുന്ദർ കളിച്ചത്. ഫുള്ള് പമ്പരം കറങ്ങുന്ന പോലെയാണ് അടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വാഷിംഗ്ടൺ സുന്ദറിന് ഇവിടെ കണക്ഷൻ കിട്ടിയിരുന്നു. 6, 4 ഫുള്ള് പമ്പരം പോലെ കറങ്ങുന്ന ആള്, പക്ഷേ 6, 4 എന്താ പറയുക, ഒരു സൂപ്പർ ഇന്നിങ്സ് ആണ് ആര് കാഴ്ചവെച്ചത്? വാഷിംഗ്ടൺ സുന്ദർ കാഴ്ചവെച്ചത്. ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻസി സ്ഥാനത്തേക്ക് ഞാനും ഉണ്ട് എന്നുള്ളൊരു രീതിയിലായിരുന്നു ഇന്നലെ സുപ്നങ്കിലിന്റെ ക്യാപ്റ്റൻസി പഠനം. ബാറ്റിങ്ങിലല്ല, ക്യാപ്റ്റൻസിയിൽ സുപ്നങ്കിലും അത്യാവശ്യം മുന്നോട്ട് നിൽക്കുന്നുണ്ട്. ബാറ്റിംഗും ഇപ്പോൾ അത്യാവശ്യം ആൾ ചെയ്യുന്നുണ്ട്, അഗ്രസീവ് റിട്ടേൺ കളിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ ടീമിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾ ചിലപ്പോൾ ഫ്ലോപ്പ് ആവുകയാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ ടീം പുറത്താവുന്നത്. പക്ഷേ ക്യാപ്റ്റൻസിക്ക് ഒന്ന് കൊടുത്തു നോക്കാം. ഇപ്പോൾ ശ്രേയസ് അയ്യർ ഉണ്ട്, അതേപോലെ സഞ്ജു സാംസന് കൊടുക്കാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശുഭാങ്കിലി ഇനി പരിഗണിക്കുന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ഇന്നിങ്സോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ടീമിനെ ബിൽഡ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാലോ ചിലപ്പോൾ എന്ത് ചെയ്യുക, ശുഭാങ്കിലിനെ ആ സ്ഥാനത്തിലേക്ക് പരിഗണിക്കാം. ലാസ്റ്റത്തെ കളികളെല്ലാം GT അത്യുഗ്രമായിട്ട് വിജയിച്ചിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സൺറൈറ്റ് ഒന്ന് തോക്കും, ഒന്ന് വിജയിക്കും, ഒന്ന് തോക്കും, ഒന്ന് വിജയിക്കും. അങ്ങനെയാണ് സൺറൈസേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മത്സരം കഴിഞ്ഞപ്പോൾ അടി പറ്റിയിട്ടുള്ളത് സൺറൈസേഴ്സിനാണ്. കാരണം റൺ റേറ്റിന്റെ കാര്യത്തിൽ നന്നായിട്ടൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. റൺ റേറ്റ് ഇടിവ് സംഭവിച്ചാൽ അറിയാലോ, 7ഓളം ടീമുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേ ഓഫിന് വേണ്ടിയിട്ട് 4 സ്ഥാനങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്നുണ്ട്. ഇനിയില്ല ഓരോ മത്സരത്തിനും റൺ റേറ്റ് എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ തോൽക്കുന്നതല്ല ഇനിയുള്ള പ്രശ്നം, തോൽക്കുന്നത് പ്രശ്നമാണ്. പക്ഷേ തോൽക്കുന്നതിനേക്കായി പ്രശ്നം വരിക ഈ റൺ റേറ്റ് ആണ്. 82 റൺസിനൊക്കെ തോൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൺ റേറ്റിന്റെ അവസ്ഥ അറിയാലോ. അപ്പോൾ സൺറൈസ് ഇനി തിരിച്ചു വരുന്നതിനെ വിചാരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ തോറ്റു കഴിഞ്ഞാൽ സൺറൈസേഴ്സ് എന്ത് ചെയ്യുക, പുറത്തേക്ക് പോകാം. അപ്പോൾ തോൽവിയല്ല, റൺ റേറ്റും പ്രധാനമാണ്. തോൽക്കാനും കുഴപ്പമില്ല, ഒരു 10 റൺസ് 15 റൺസ്
റൺസിന് തോറ്റി കഴിഞ്ഞാൽ റൺ റേറ്റിനൊന്നും സംഭവിക്കില്ല, പക്ഷേ 82 റൺസിനൊക്കെ തോറ്റി കഴിഞ്ഞാൽ റൺ റേറ്റ് സംഭവിക്കും. ടീമിൻ്റെ മുന്നിലേക്കുള്ള യാത്രയെ ബാധിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.